ഇതൊരു പച്ചക്കറിയാണോ അല്ലെങ്കിൽ അതൊരു ഇലയാണോ എന്ന് ഞാൻ സംശയിച്ചു പോയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. ഇതിൻ്റെ പേരാണ് അമരപ്പയർ. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആദ്യത്തെ തവണയാണ് ഇത് ഉണ്ടാക്കാൻ പോണത് തന്നെ. ഫോണിൽ നെറ്റിലുണ്ടെങ്കിലും ചില എമർജൻസി ഘട്ടത്തിൽ ഞാൻ എൻ്റെ കുക്കിംഗ് ആയിട്ടുള്ള സംശയങ്ങൾ ഡീൽ ചെയ്യണത് ഇതിലേട്ടാണ്. ഇതിലേടുന്നാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും വിശദാംശങ്ങളും ഞാൻ ശേഖരിച്ചത്. അങ്ങനെയാണ് ഇതിൻ്റെ പേര് പോലും എനിക്ക് മനസ്സിലായത്. ഇത് കഴിക്കാനുള്ള പച്ചക്കറിയാണെന്ന് എനിക്കറിയായിരുന്നു. പിന്നെ നമ്മൾ ഈ സാമ്പാർ കൂട്ടൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഇടയ്ക്ക് ഇതും ഇതുപോലത്തെ വേറൊരു ചെറുതും കൂടി ഉണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കയറി പറക്കി വരാറുണ്ട്. നിങ്ങൾക്കൊക്കെ അത് അറിയുമോ എന്ന് എനിക്കറിയില്ല. ആ, എന്തൊക്കെ തന്നെയായാലും ഇത് കാണാൻ നല്ലൊരു പ്രത്യേക ഭംഗിയുണ്ട്. ഒട്ടും കനവുമില്ല. ശരിക്കും ഇല പോലെ തന്നെയാണ് നമുക്ക് തോന്നുള്ളൂ. ഇതാണെങ്കിൽ അരിയാൻ കൂടെ തോന്നുന്നുണ്ടായിരുന്നില്ല. ചിലതിനാണെങ്കിൽ ഇച്ചിരി കനമുണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് കുറച്ച് മൂത്ത് പോയിട്ടുള്ളതാണെന്ന്. ശരിക്കും നമ്മുടെ ബീൻസിൻ്റെ ഒക്കെ കുടുംബത്തിൽപ്പെട്ട ആരോന്ന് തോന്നുന്നു. കണ്ടോ, ബീൻസിലൊക്കെ ഇങ്ങനെ ചെയ്യും പോലെയാണ് ഇതിനകത്ത് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ട് സൈഡും ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമുക്ക് ഇതിനകത്തുള്ളതെല്ലാം ഇങ്ങനെ ഇങ്ങനെ ആക്കി ആക്കി എടുക്കാം. ഒരു കിലുക്കാൻ പെട്ടിയൊക്കെ പോലെ തോന്നുന്നുണ്ട്. മൂത്ത് പോയതാണെങ്കിൽ അതിൻ്റെ ഉള്ളിലാണെങ്കിൽ നമ്മുടെ പയറിൻ്റെ ഇത് കുറച്ച് വലുതായിരിക്കും. ബാക്കിയെല്ലാം ഭയങ്കര ചെറുതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത്രയും ക്ലിയർ ആയിട്ട് പോലെയാണ് ചിലതൊക്കെ ഇരിക്കണത്. അത് അത്രയും മൂത്തിട്ടില്ലാത്ത ചെറുതായിരിക്കും. അങ്ങനെ എല്ലാത്തിൻ്റെയും സൈഡൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു. കണ്ടോ, ഇതാണ് ഏറ്റവും മൂത്ത് പോയ ഒരെണ്ണം. ഇതിന് നല്ല കട്ടിയാണ്, തൊണ്ടിനും കട്ടിയുണ്ട്. ഇതിനകത്തും അങ്ങനെ വേസ്റ്റായിട്ട് കളയാൻ പാകത്തിനൊന്നുമില്ല. മൂത്ത് പോയത് ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഈ വള്ളികൾ മാത്രമാണ് കളയാനായിട്ടുള്ളത്. ഇനി നമുക്കിത് അരിയുന്ന ഘട്ടത്തിലേക്ക് കിടക്കാം. ചെറുതായിട്ട് തീരെ കുഞ്ഞായിട്ട് അരിയണം. എത്രയും കട്ടി കുറയ്ക്കണം അത്രയും നല്ലതായിരിക്കും. പിന്നെ അരിയാനും നല്ല രസമുണ്ടായിട്ടോ. ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ കിട്ടും പോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ കുരുകുരുന്ന് അരിഞ്ഞ് വന്നപ്പോൾ കുറേ ഉണ്ട്. ഇത് കൂടി 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 വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിട്ടോ അരിയാനായിട്ട്. അത് കട്ടിയില്ലാത്തതുകൊണ്ടാണ്. ഇത് കണ്ടോ, ഇതാണെങ്കിൽ കുറച്ച് കട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പയർ മാത്രം നമ്മളെടുത്തു. അങ്ങനെ നമ്മുടെ അരിയുക എന്ന മഹാപ്രക്രിയ അവസാനിച്ചിരിക്കുകയാണ്. കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ ഈ ഓണത്തിനൊക്കെ ഒരു പച്ചപ്പുല്ല് ഉണ്ടാക്കില്ലേ, അരിഞ്ഞരിഞ്ഞ്, അതേപോലത്തെ ഒരു സംഭവം. ആഹാ, കാണാൻ നല്ല നല്ല ചന്തമുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകാം. ഇതിനകത്തൊക്കെ നാച്ചുറൽ കളറാണ് കേട്ടോ. ഇതൊക്കെ കഴിയുമ്പോൾ ചെറുതായിട്ട് ഒരു പച്ച പോലത്തെ കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കളർ വേണമെങ്കിലും ഇതൊക്കെ ഉപയോഗിക്കാമെന്ന് തോന്നുന്നു. അങ്ങനെ ഒരുവിധം എല്ലാ പച്ചക്കറികളിലും വരുന്നുണ്ട്. ഇനിയിപ്പോൾ സർവ്വം മായ എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും ആണോ? അതാവാൻ വഴിയില്ല. നമുക്കിനി ഈ പാത്രത്തിലിട്ട് കഴുകി വാരിയെടുക്കാം. ഇതൊരു സൂപ്പർ പാത്രമാണ് കേട്ടോ. പരിപ്പ്, പയർ, കടല, അരി എല്ലാ സാധനങ്ങളും ഇങ്ങനെ വെള്ളം വാർത്തെടുക്കാം. നല്ല ഇതുപോലെ പച്ചക്കറി ഇടയ്ക്കിടയ്ക്ക് ഇടാം. ഇനി നമുക്ക് കഴുകി വെള്ളം തുറത്ത് വെച്ചാലേക്ക് കുറച്ച് മുളക് ഇട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം, കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കണം, കുറച്ച് തേങ്ങ വേണം. പക്ഷേ ഇതൊക്കെ മിക്സ് ചെയ്തല്ല ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഉള്ളി കുറച്ച് ചതച്ച് വെച്ചു, ഉണക്കമുളക് മാറ്റി വെച്ചു, പിന്നെ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു ചിരണ്ടി വെച്ചു. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടു, ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു. ഇനി നമുക്ക് നന്നായിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ പാതിമുക്കാൽ പരിപാടികൾ അവസാനിച്ചിരിക്കുന്നു. ഇനി ഒരു ചട്ടി എടുക്കുക, എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, അതുപോലെ ഉണക്കമുളക് ഇടുക. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച കൊച്ചുള്ളി, പിന്നെ ഒരു വെളുത്തുള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഇങ്ങനെ മിക്സ് വെൽ ചെയ്യുക. ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചിരകി വെച്ച തേങ്ങയും കൂടി ഇടുക. പിന്നെയും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങ ഇട്ടുകൊണ്ടായിരിക്കട്ടെ ചിലപ്പോൾ ഇതിന് ഇച്ചിരി കൂടി ടേസ്റ്റ് കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അമരപ്പയർ അങ്ങ് ഇടുക. അതിനകത്തുനിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ വെള്ളം അങ്ങനെ ഒത്തിരി ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളങ്ങനെ മൂട്ടി വെച്ചിട്ട് കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും വെന്ത് വന്നു. നല്ല രസമുണ്ട് കാണാനും. നമ്മുടെ നോർമൽ ബീൻസ് തോരനൊക്കെ പോലെ ഇരിക്കുന്നുണ്ട്. നമുക്കൊന്ന് കഴിച്ച് നോക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.